ഇതുപോലെ അല്ലാഹു തആല സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്ന് ബാഹ്യാർത്ഥം വരുന്ന വാചകത്തിന്റെ അർത്ഥം അല്ലാഹ് അധികാരസ്ഥനാണ് എന്നാകുന്നു എന്ന് പണ്ഡിതന്മാര് വ്യാഖ്യാനം പറഞ്ഞു. ഇതാണ് മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് വിവരിച്ചത്. ഫിഹാ ഫതഅ്വീലുൻ അലാ മാ യുഅ്തബർ കൽഖഹരി ഫീ ദിൽ ഇസ്തിവാ വഹലും മജർ. ഇത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. സഹോദരന്മാർ ചിന്തിക്കണം, ഇമാം നവവി പറയുകയാണ്, യൻസിലു റബ്ബുനാ തബാറക വതആല ഫീ കുല്ലി ലൈലത്തിൻ ഹീന യബ്ഖാ മിൻ സുലുസിൽ ലൈലിൽ ആഖിർ യഖൂലു മൻ യദ്ഉ ഫഅസ്തജീബു ലഹു മൻ യസ്അലുനി ഫഅതീഹി മൻ യസ്തഗ്ഫിറു ഫഅഗ്ഫിർ ലഹു. റവാഹുൽ ബുഖാരി വ മുസ്ലിം. മുജാഹിദിന്റെ സ്റ്റേജുകളിലൊക്കെ ഇപ്പൊ നിങ്ങൾ കേൾക്കാറില്ലേ, അല്ലാഹ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസ്. അതിനെ സംബന്ധിച്ച് ഇമാം നബവി റഹിമഹുല്ലാഹ് പറയാണ്, وفي هذا الحديث وشبهه من أحاديث الصفات وآياتها مذهبان مشهوران. ഇത്തരം ഹദീസുകളിലും ആയത്തുകളിലും രണ്ട് മദ്ഹബാണ് പണ്ഡിതന്മാർക്ക്. ഒന്ന് തഅ്വീലുഹു അലാ മാ യലീഖു ബിസിഫാത്തില്ലാഹി സുബ്ഹാനഹു വതആല വതൻസീഹുഹു അനിൽ ഇൻതിഖാലി വസായിരി സിഫാത്തിൽ മുഹദ്ദസി. അതേ, അല്ലാഹുവിന് സൃഷ്ടികൾക്കുള്ള സവിശേഷതകൾ ഒന്നും തന്നെ ഇല്ല എന്ന് അല്ലാഹുവിനെ പരിശുദ്ധമാക്കുന്ന നിലക്കും അല്ലാഹ് നീങ്ങുന്നില്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന നിലക്കും ഈ പറഞ്ഞതിനെ വ്യാഖ്യാനിക്കലാണ് ഒരു മദ്ഹബ്. വഹാദാ ഹുവൽ അസ്ഹറു ഇൻദൽ മുതകല്ലിമീന. അഖീദ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായം ഇതാണ്. വസ്സാനി, രണ്ടാമത്തെ അഭിപ്രായം, അൽ ഇംസാകു അൻ തഅ്വീലിഹാ, അതിന് ഒരു വ്യാഖ്യാനവും പറയാതിരിക്കലാണ്. മഅഇതിഖാദി തൻസീഹില്ലാഹി സുബ്ഹാനഹു വ സിഫാത്തിൽ മുഹദ്ദസി. സൃഷ്ടികൾക്കുള്ള ഒരു വിശേഷണവും അല്ലാഹുവിന് ഇല്ല എന്ന പരിശുദ്ധതയെ വിശ്വസിക്കലോടുകൂടെ ലിഖൗലിഹി തആല, അങ്ങനെ വിശ്വസിക്കാൻ കാരണം അല്ലാഹ് പറഞ്ഞതുകൊണ്ടാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹനെ പോലെ ഒരാളും ഇല്ലെന്നും ഒരു വസ്തുവില്ലെന്നും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വഹാദാ മദ്ഹബുസ് സലഫി, ഇതാണ് പൂർവകാല പണ്ഡിതന്മാരുടെ മദ്ഹബ്. വജമാഅത്തിൻ മിനൽ മുതകല്ലിമീന, അഖീദ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരും ഇതേ അഭിപ്രായക്കാരനാണ്. ആരാണ്? വഹാസിലുഹു, അതിന്റെ ആകത്തുക അയ്യുകാല, പറയപ്പെടലാണ്. ലാ നഅലമുൽ മുറാദ ബിഹാദാ, ഈ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടുമുള്ള ഉദ്ദേശം നമുക്കറിയില്ല. വലാകിൻ നൂമിനു ബിഹി, പക്ഷേ ഈ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മഅഇതിഖാദിന, നമ്മൾ വിശ്വസിക്കുന്നതോടുകൂടെ അന്ന ളാഹിറഹു ഗൈറു മുറാദിൻ, അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല, അതിന്റെ പ്രകടമായ അർത്ഥം ഉദ്ദേശമല്ല. വലഹു മഅനൻ യലീഖു ബില്ലാഹി തആല, അതിന് അല്ലാഹുവോട് യോജിച്ച ഒരു അർത്ഥം ഉണ്ട്, അത് നമുക്കറിയില്ല എന്ന് പറയലാണ് സലഫിന്റെ മാർഗമെന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് ശറഹുൽ മുഹദ്ദബിന്റെ 3-ാം വാല്യം 382-ാമത്തെ പേജിലും രേഖപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് മുമ്പ് കാലത്ത് മുജാഹിദുകളും പറഞ്ഞത്. സഹോദരന്മാരെ, പക്ഷേ വേറെ ചില ബലമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന KNM പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം, മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ തന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാം അല്ലാഹു ആകാശത്തിലാണെന്നും അവൻ അർശിൽ ഇരിക്കുകയാണെന്നുമുള്ള വാഹിരിയാക്കളുടെയും ഹംബലിയാക്കളുടെയും തെറ്റാണ്, അത് അവരെ വെച്ച് കിട്ടിയതാണ് ഹംബലിയാക്കളുടെ പേരിൽ, ഹംബലിയാക്കളുടെയും അഭിപ്രായവും അല്ലാഹു ഒരു സ്ഥലത്തും സ്ഥിതി ചെയ്യുന്നില്ല, ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിതി ചെയ്യുക എന്ന അവസ്ഥയിൽ നിന്ന് അവൻ പരിശുദ്ധനാണെന്നുള്ള ജഹ്മിയാക്കളുടെയും മുഅ്തസിലിയാക്കളുടെയും അഹ്ലുസ് സുന്നത്താണെന്ന് പറയുന്ന അശ്അരിയാക്കൾ, മാതുരിദിയാക്കൾ മുതലായവരുടെയും അഭിപ്രായവും ഇവ രണ്ടും ശരീഅത്തിന്റെ അതിനപ്പുറമുള്ളതാണെന്നുള്ളതിൽ സമമാണ്. അല്ലാഹുവിന് ശരീരമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, മുഖമുണ്ട് എന്നുള്ള മുജസ്മിയാക്കളുടെ അഭിപ്രായവും അവൻ ശരീരമുള്ളവനല്ല, ജൗഹറല്ല, അറവല്ല, ആകൃതിയുള്ളവനല്ല, രൂപമുള്ളവനല്ല എന്നുള്ള മുഅ്തസിലിയാക്കളുടെയും അശ്അരിയാക്കളുടെയും മാതുരിദിയാക്കളുടെയും അഭിപ്രായവും കിതാബിലും സുന്നത്തിലും വ്യക്തമായ തെളിവില്ലാത്തതാകുന്നു.
നമ്മളെയും അവർ തള്ളിയിട്ടുണ്ടെങ്കിലും അവർ അള്ളാഹ് കൈയുണ്ടെന്ന വാദം ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തതാണ്. മുഖമുണ്ടെന്ന വാദം ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തതാണ്. കാലുണ്ടെന്ന വാദം, ശരീരമുണ്ടെന്ന വാദം ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തതാണ്. അള്ളാഹ് അർശിന്റെ മുകളിലാണെന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ചതിനെതിരാണ് എന്ന് KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അവർ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത് പൊളിച്ചെഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, 1990 ജനുവരിയിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ അവർ പഠിപ്പിക്കുന്ന ആ ആശയം 2004 ആകുമ്പോഴേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പൊളിച്ചെഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ അള്ളാഹ് ഒരു സ്ഥലത്ത് പ്രത്യേകം ഇരിക്കുകയാണ്, പാതിരക്ക് ഇറങ്ങി വരികയാണ്, പോവുകയാണ്, വരികയാണ്. ഇതാണ് പൊളിച്ചെഴുത്ത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പൗരോഹിത്യം പൊളിച്ചെഴുതുന്നു എന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഈ പൊളിച്ചെഴുതിയത്. അവരുടെ മുൻഗാമികളായ മൗലവിമാർ എഴുതി വെച്ചത് പൊളിച്ചെഴുതുകയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു തആലാക്ക് അവയവങ്ങളുണ്ട്, ശരീരമുണ്ട്, കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, സ്ഥലമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവരെ പറ്റി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവരെപ്പറ്റി പറയുന്ന വാചകം കണ്ടോ? ഫൈൻ ഖതറ ബിബാലിഹി, ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നാൽ അന്നല്ലാഹ ജിസ്മുൻ മുറക്കബുൻ, അല്ലാഹു മിൻ അദാഇൻ, കുറെ അവയവങ്ങളാലുള്ള ഒരു തടിയാണ് അല്ലാഹു എന്ന് വല്ലവന്റെയും മനസ്സിൽ വന്നാൽ ഫഹുവ ആബിദു സനമിൻ, അവൻ ബിംബാരാധകനാണ് കേട്ടോ. ഫഇന്ന കുല്ല ജിസ്മിൻ ഫഹുവ മഖ്ലൂഖുൻ, എന്തുകൊണ്ട് ഏത് ശരീരവും സൃഷ്ടിയാണ്. വഇബാദത്തുൽ മഖ്ലൂഖി കുഫറുൻ, സൃഷ്ടിയെ ഇബാദത്തെടുക്കൽ കുഫറാണ്. വഇബാദത്തു സനമി കാനത്ത് കുഫറൻ, വിഗ്രഹാരാധന കുഫറായി. ലിഅന്നഹു മഖ്ലൂഖുൻ, വിഗ്രഹം സൃഷ്ടിയായതുകൊണ്ടാണ്. വകാന മഖ്ലൂഖൻ, എന്തുകൊണ്ടാണ് വിഗ്രഹം സൃഷ്ടിയായത്? ലിഅന്നഹു ജിസ്മുൻ, അതൊരു ശരീരമായതുകൊണ്ടാണ്. ഫമൻ അബദ ജിസ്മൻ, അപ്പോൾ ഒരു ശരീരത്തെ വല്ലവനും ഇബാദത്തെടുത്താൽ ഫഹുവ കാഫിറുൻ ബിഇജ്മാഇൽ അയിമ്മത്തി സലഫി മിൻഹും വൽ ഖലഫി, മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർക്ക് തർക്കമില്ലാതെ ഒരു തടിയെ ഇബാദത്തെടുക്കുന്നവൻ കാഫിറാണ് കേട്ടോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇൽജാമുൽ അവാം എന്ന കിതാബിൽ അതാ അതിന്റെ 55-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു തമാശയല്ല, ഇത് കൊള്ളിച്ചേടിന്റെ കച്ചവടമല്ല, ഇത് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അതാ മുഹമ്മദ് അമാനി മൗലവിയും അതേ KM മൗലവിയും അതുപോലെ വക്കം മൗലവിയും ഒക്കെ അല്ലാഹ് അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കരുത്. അല്ലാഹ് കയ്യും കാലും കണ്ണും മൂക്കുമുണ്ടെന്ന് വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചാൽ അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, ഇസ്ലാമിനെതിരാണെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ മൗലവിമാര് അത് പൊളിച്ചെഴുതിയിട്ട് പടച്ചവൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, അർശിന്റെ മുകളിൽ ഉപവിഷ്ടനായി ഇരിക്കുന്നു, പടച്ചവൻ കയറുന്നു, ഇറങ്ങുന്നു, കയ്യും കാലുമുണ്ടെന്നൊക്കെ അല്ലേ പരസ്യമായി എഴുതി വെക്കുന്നത്. ഈ പൊളിച്ചെഴുത്ത് മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. ഈ പൊളിച്ചെഴുത്ത് നിങ്ങൾ അംഗീകരിച്ചിട്ട് നിങ്ങളെ ഈമാൻ തെറ്റിപ്പോയാൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നിങ്ങൾ കുഫറിലേക്ക് നീങ്ങിപ്പോയാൽ പാരത്രിക ലോകത്ത് വെച്ച് യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീലാ, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്നെങ്കിൽ നന്നായിരുന്നു, ഞാൻ ഇയാളെ കൂടെ നടന്നില്ലെങ്കിൽ നന്നായിരുന്നു എന്ന ആഖിറത്തിൽ വെച്ച് കൈകടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മൗലവിമാര് പറയുന്നു, നിങ്ങളത് നോക്കണ്ട, ആഖിറത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തോളും, നിങ്ങൾ നരകത്ത് കിടക്കുമ്പോഴോട് പറഞ്ഞാൽ മതി, ഇനി ഞങ്ങളെ മൗലവിമാര് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളത് ഏറ്റെടുത്തോളും എന്നാണ് മൗലവിമാര് പറയുന്നത്. ഇതുകൊണ്ടാണ് വാസ്തവത്തിൽ മുജാഹിദ് രണ്ടായി പിളർന്നതെന്ന് കൂടി എന്റെ മുസ്ലിമീങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. കാരണം മടവൂര് പക്ഷത്തിന്റെ ആളുകളാണ് ഇത് ചോദ്യം ചെയ്തത്. അപ്പൊ മടവൂര് പക്ഷത്തിന്റെ ആളുകൾ ചോദ്യം ചെയ്തപ്പോ മൗലവിമാര് പറഞ്ഞതാണ്, നമ്മൾ എടുക്കുന്ന തീരുമാനമെന്ന് വിശ്വസിച്ചാൽ മതി. അതെന്തേ കാരണം എന്നറിയോ ഈ തർക്കം വരാൻ? ഈ പാവപ്പെട്ട ഞാൻ വാഴക്കാട് വെച്ച് 8 ഗണ്ണന പ്രസംഗങ്ങൾ, 8 9 എനിക്കിപ്പോ കൃത്യമായി ഓർമ്മയില്ല,
9 ഖണ്ഡന പ്രസംഗം ഈ വിഷയത്തിൽ നടത്തി. മലപ്പുറം ജില്ലയിലെ ലക്ഷങ്ങൾ വന്നത് പ്രസംഗം കേട്ടു. അവിടെ ഞാൻ ഇതിന്റെ തെളിവുകളൊക്കെ വ്യക്തമായി എന്ന് പറഞ്ഞു. അപ്പോ അബ്ദുറഹ്മാൻ സലഫി എന്ന സെക്രട്ടറി മൗലവി, മുജാഹിദിന്റെ മൗലവി പറഞ്ഞു, മൗലവി മുസ്ലിയാരെ, നിങ്ങൾ റാസി ഇമാമിന്റെ കിതാബാണ് ഉദ്ധരിക്കുന്നത്, ഗസ്സാലി ഇമാമിനെയാണ് ഉദ്ധരിക്കുന്നത്. ഇമാം റാസിയും ഗസ്സാലിയും ഒക്കെ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും അവസാനം മുജാഹിദായിട്ടാണ് മരിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഒരു തെളിവ്? അപ്പൊ പറഞ്ഞു, ഇമാം റാസിക്ക് അഖ്സാമുൽ ലദാത്ത് എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ ഇമാം റാസി പറയുന്നുണ്ട്, എന്റെ തഫ്സീറിൽ എഴുതിയതൊക്കെ അബദ്ധമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അഖ്സാമുൽ ലദാത്ത് ഒന്ന് കാണിച്ചു തരുമോ? അപ്പോഴാണ് മൗലവി കാണിച്ചു തരുന്നില്ല. വാഴക്കാട് നിങ്ങൾ അന്വേഷിച്ച ബഷീർ മാഷ പോലെയുള്ള അവിടെയുള്ള പ്രവർത്തകരോട് ചോദിച്ചോ. ബഷീർ മാഷടക്കമുള്ളവർ മൗലവിയുടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം അതിന്റെ അടുത്ത് അരീക്കോട് ഭാഗത്താണ്. മൗലവിയോട് പറഞ്ഞു, അഖ്സാമുൽ ലദാത്തൊന്ന് കാണണം. അപ്പൊ മൗലവി പറഞ്ഞു, ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ മൗലവിയോട് കുട്ടികൾ വെച്ച്, പിന്നെന്തേ നിങ്ങൾ സ്റ്റേജുമെന്ന് പറഞ്ഞത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാനത് ബയാനു തൻബീസിൽ ജഹമിയ്യ എന്ന ഇബ്നു തൈമിയ്യന്റെ കിതാബിലാണുള്ളത്. അപ്പൊ കുട്ടികൾ ചോദിച്ചെന്നാ അതൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ മൗലവി പറഞ്ഞു, അതും ഞാൻ കണ്ടിട്ടില്ല.